US ജോബ് ഡേറ്റ പുറത്തുവരുന്നതിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. S&P 0.26%, ഡോ ജോൺസ് 0.38%, നാസ്ഡാക്ക് 0.39% ഉയർന്നു. ബ്രന്റ് ക്രൂഡിന്റെ വില 0.80% വർദ്ധിച്ച് $76.91 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തുകയും ഗോൾഡിന്റെ പ്രൈസിൽ 0.61% വർധനവുണ്ടാവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഇൻഡെക്സും പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയിരുന്നു. നിഫ്റ്റി 0.39% വർദ്ധിച്ച് 23,707 അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. അതേസമയം ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയെങ്കിലും FIS ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് തുടർച്ചയായി ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഡേറ്റ പ്രകാരം 2,575 കോടി രൂപയുടെ സെല്ലിംഗാണ് FIS ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 5,749 കോടി രൂപയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത്, 2 റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ അവരുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ 2 റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകളെയും ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ സ്റ്റോക്ക് ശോഭയുടെ ക്വാർട്ടർലി സെയിൽസ് ഇയർ ഓൺ ഇയറിൽ 29% ഇടിഞ്ഞ് 1,388 കോടിയായി രേഖപ്പെടുത്തി. അതേസമയം ആവറേജ് പ്രൈസ് റിയലൈസേഷൻ 16.5% വർദ്ധിച്ച് 1,173 കോടിയിൽ നിന്നും 1,366 കോടിയായി ഉയർന്നിട്ടുണ്ട്. ഗുരുഗ്രാമിലെ ഹൗസിംഗ് പ്രോജക്റ്റിനുള്ള ഡിമാൻഡ് വർദ്ധിച്ചതിനെ തുടർന്ന് സിഗ്നേച്ചർ ഗ്ലോബൽസിൻ്റെ സെയിൽസിൽ ഇരട്ടി വർധനവുണ്ടായി. 2,770 കോടി രൂപയുടെ സെയിൽസാണ് സിഗ്നേച്ചർ ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഭാരത് മൊബിലിറ്റി ഓട്ടോ ഷോയുടെ പശ്ചാത്തലത്തിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, മാരുതി സുസുക്കി ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. മാരുതി സുസുക്കി വിറ്റാര എന്ന പേരിൽ ഒരു വെഹിക്കിൾ ഈ ഷോയിൽ ലോഞ്ച് ചെയ്യും. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും 5 പുതിയ SUV മോഡലുകൾ ഷോയിൽ ലോഞ്ച് ചെയ്യും എന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ടാറ്റ സ്റ്റീൽ സെപ്റ്റംബർ മാസത്തിൽ 5 മില്യൺ ടൺ ശേഷിയുള്ള ഒരു ബ്ലാസ്റ്റ് ഫർണസ് ഒഡീസയിലെ കലിംഗ നഗറിൽ സ്ഥാപിച്ചിരുന്നു. ഈ ബ്ലാസ്റ്റ് ഫർണസിൽ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചതോടുകൂടി ടാറ്റ സ്റ്റീലിൻ്റെ ടോട്ടൽ പ്രൊഡക്ഷൻ 6% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 5.68 മില്യൺ ടണ്ണായി ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ ക്വാർട്ടറിലെ റിസൾട്ട് ON MobiKwik സൊല്യൂഷൻ എന്ന കമ്പനി പുറത്തുവിട്ടു. അതിനുശേഷം കമ്പനി പുറത്തുവിട്ട എക്സ്ചേഞ്ച് നോട്ടിഫിക്കേഷനിൽ കമ്പനി പുറത്തുവിട്ട ക്വാർട്ടർലി റിസൾട്ടിൽ ചില ടൈപ്പോഗ്രാഫിക്കൽ എറർ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചതിനെ തുടർന്ന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ റീസെൻ്റ്ലി മാർക്കറ്റിൽ ലിസ്റ്റഡായ ON MobiKwik സിസ്റ്റം എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. EV ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി എക്സിക്കോം ടെലികോം എന്ന കമ്പനി മുഫിൻ ഇൻഫ്രാ ഗ്രീൻ എന്ന കമ്പനിയുമായി ചേർന്ന് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ബെർജർ പെയിൻറ്റ് അക്സോനോബൽ എന്ന കമ്പനിയുടെ സ്റ്റേക്കുകൾ അക്വയർ ചെയ്യും എന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പക്ഷേ ഈ രീതിയിലുള്ള അപ്ഡേറ്റുകൾ തെറ്റാണെന്ന്, അല്ലെങ്കിൽ ഈ രീതിയിൽ ഒരു അപ്ഡേറ്റുകളും ഇല്ല എന്ന് കമ്പനി കഴിഞ്ഞ ദിവസം എക്സ്ചേഞ്ച് നോട്ടിഫിക്കേഷൻ വഴി അറിയിച്ചിട്ടുണ്ട്. അക്സോനോബലിൻ്റെ സ്റ്റേക്കുകൾ ബെർജർ പെയിൻറ്റ് അക്വയർ ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു റിപ്പോർട്ടായിരുന്നു കഴിഞ്ഞ ദിവസം വന്നത്. പക്ഷേ ഈ റിപ്പോർട്ട് സത്യമല്ലെന്ന് 2 കമ്പനികളും അറിയിച്ചു. അതുപോലെ തന്നെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ബ്ലൂ ക്ലൗഡ് സോഫ്റ്റ്ടെക് എന്ന സ്റ്റോക്ക്. ബ്ലൂ ക്ലൗഡ് സോഫ്റ്റ്ടെക് എന്ന കമ്പനിക്ക് ഇൻ്റർനെറ്റ് ഓഫ് തിങ് പ്രൊഡക്റ്റുകൾ, എഡു എൻജിൻ, ഇമോട്ടിഫിക്സ് തുടങ്ങിയ സോഫ്റ്റ്വെയർ ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ബ്ലൂ ക്ലൗഡ് സോഫ്റ്റ്ടെക് എന്ന കമ്പനിക്ക് ഡിസ്കവറി ഓക്സ് പബ്ലിക് ഫണ്ട് സ്കൂളിൽ നിന്നും 1 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ടാറ്റ ടെക്നോളജി എന്ന കമ്പനി ടെലിചിപ്പ് എന്ന കമ്പനിയുമായി ചേർന്ന് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചു. നെക്സ്റ്റ് ജനറേഷൻ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് വെഹിക്കിൾസിന് ആവശ്യമായിട്ടുള്ള ഇന്നവേറ്റീവ് സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ടാറ്റ ടെക്നോളജി എന്ന കമ്പനി മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. RVNL എന്ന കമ്പനി GCC രാജ്യങ്ങളിലെ ഇൻഫ്രാസ്ട്രക്ചർ ഓപ്പർച്യൂണിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി ദുബായ് ബേസ്ഡ് GBH ഇൻ്റർനാഷണൽ കോൺട്രാക്റ്റിംഗ് എന്ന കമ്പനിയുമായി ചേർന്ന് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. NTPC പരമാണു ഊർജ നിഗം ലിമിറ്റഡ് എന്ന കമ്പനിയെ NTPCയുടെ സബ്സിഡറി കമ്പനിയായി ഇൻകോർപ്പറേറ്റ് ചെയ്തു. WPIL എന്ന കമ്പനിയുടെ യൂറോപ്യൻ സബ്സിഡറി കമ്പനിയും പൈപ്പ് മാനുഫാക്ചർ ചെയ്യുന്ന ഇറ്റാലിയൻ കമ്പനിയായ മിസ എന്ന കമ്പനിയുടെ 100%ഓളം സ്റ്റേക്കുകൾ അക്വയർ ചെയ്തു. ജിൻഡാൽ വേൾഡ് വൈഡ് എന്ന സ്റ്റോക്കിനെ കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഇന്ന് നമുക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. കമ്പനി ബോണസ് ഇഷ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജിൻഡാൽ വേൾഡ് വൈഡിൻ്റെ ഓരോ ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്കും 4 ബോണസ് ഷെയറുകളാണ് കമ്പനി ഓഫർ ചെയ്തിരിക്കുന്നത്. മാൻകൈൻഡ് ഫാർമയുടെ സബ്സിഡറി കമ്പനിയായ ഭാരത് സെറം എന്ന കമ്പനിയുടെ 56%ഓളം സ്റ്റേക്കുകൾ മാൻകൈൻഡ് ഫാർമ പ്ലഡ്ജിൽ വെച്ചിട്ടുണ്ട്.
കൂടാതെ CESC എന്ന കമ്പനിക്ക് 150 മെഗാവാട്ട് ശേഷിയുള്ള വിൻഡ് സോളാർ ഹൈബ്രിഡ് പവർ പ്രോജക്റ്റ് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ CESC എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ പോപ്പുലർ വെഹിക്കിൾ എന്ന കമ്പനിക്ക് തമിഴ്നാട് GST ബോർഡിൽ നിന്നും 12.26 കോടി രൂപയുടെ GST പെനാൽറ്റി ലഭിച്ചു. അതുകൊണ്ട് പോപ്പുലർ വെഹിക്കിൾ എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാം. കാസ്ട്രോൾ ഇന്ത്യ, ഗ്ലാൻഡ് ഫാർമ, NBCC, ഫീനിക്സ് മിൽ, സോളാർ ഇൻഡസ്ട്രീസ്, ടോറൻറ്റ് പവർ തുടങ്ങിയ കമ്പനികൾ ഇന്ന് F&O സെഗ്മെൻറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ F&O സെഗ്മെൻറ്റിലേക്ക് കൂടി അവരുടെ പ്രവർത്തനം വ്യാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സ്റ്റോക്കുകളെ, അതായത് കാസ്ട്രോൾ ഇന്ത്യ, ഗ്ലാൻഡ് ഫാർമ, NBCC, ഫീനിക്സ് മിൽ, സോളാർ ഇൻഡസ്ട്രീസ്, ടോറൻറ്റ് പവർ തുടങ്ങിയ സ്റ്റോക്കുകൾ വോളറ്റൈൽ ആകാനുള്ള സാധ്യത കൂടുതലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.